ശരിക്കും ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ ഒരു കാര്യം ചെയ്ത് തീർക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ വീട് വെക്കുന്ന സമയത്ത് ഞാൻ ഈ വീടിൻ്റെ ഒരു കോർണറിലോട്ട് കുറച്ച് മുളകൾ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. ആ മുളയൊക്കെ വളർന്നിപ്പോൾ കുറച്ച് തണൽ തരുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിട്ടുന്ന ചെടികളെല്ലാം ഇതിൻ്റെ അടിയിലാണ് കൊണ്ടുവന്ന് വയ്ക്കാറ്. കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നു ഈ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മുളയുടെ ചോട്ടിൽ ഇരിക്കാൻ പറ്റിയൊരു ഇരിപ്പിടം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതൊന്ന് പരീക്ഷിച്ചെങ്കിലും 8 നിലയിൽ പൊട്ടി പാളീസായിപ്പോയി. പക്ഷേ പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ തലേദിവസം കിടന്നപ്പോഴേ നാളെ ഇത് ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് മുറ്റത്തിരുന്ന ചെടികളെല്ലാം പറക്കി മാറ്റി. എന്നിട്ട് ഈ മുളയുടെ കുഞ്ഞു കുഞ്ഞു ഇലകളെല്ലാം മുറ്റത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം തൂത്ത് വൃത്തിയാക്കി. എൻ്റെ കയ്യിൽ ഒരുപാട് ഫേൺ കളക്ഷൻ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഈ പുതിയ വീട് വെച്ച് താമസം മാറിയപ്പോൾ ഇവിടുത്തെ വെയിൽ കാരണം ആ ഫേണൊന്നും സർവൈവ് ചെയ്തില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ആകെ ഒരു വലിയ ഫേണാണ് ഇപ്പം ഞാൻ ഈ കൊണ്ടുപോയത്. വെയിലിനെ താങ്ങാൻ പറ്റാത്ത ചെടികളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മുളയുടെ ചോട്ടിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളോർക്കും ഞാൻ എന്തോ വലിയ സെറ്റപ്പ് ഉണ്ടാക്കാൻ പോകണമെന്ന്. അല്ലാന്നേ, ഞാൻ നടുക്കളയുടെ പിന്നാമ്പുറത്തൂടെ നടന്നപ്പോൾ അവിടെ 2 സർവേക്കല്ല് കുഴിച്ച് മണ്ണിൽ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്തോ സപ്പോർട്ടിന് വേണ്ടി കൊടുത്തു വെച്ചിരുന്നതാണ്. അവിടെ വേറൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ ആ സർവേക്കല്ല് എടുക്കാമെന്ന്. പിന്നെ ഞാനൊരു 6 സിമൻറ്റ് കല്ലും എടുത്തുകൊണ്ട് വന്നു. പക്ഷേ ആദ്യം ഈ 6 സിമൻറ്റ് കല്ലിൽ സർവേക്കല്ല് വെച്ചപ്പോൾ ഹൈറ്റ് പ്രശ്നം വന്നതുകൊണ്ട് പിന്നെ ഞാൻ 2 കല്ലും കൂടി അധികം എടുത്തിട്ടാണ് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയത്. ഈ സർവേ കല്ലും ബാക്കി കല്ലുകളെല്ലാം മണ്ണിൽ കിടന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചെളിയായിരുന്നു. പിന്നെ ഞാൻ അതിനെല്ലാം വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി തേച്ച് കഴുകി. കാണുമ്പോൾ അല്ല കേട്ടോ, സർവേ കല്ലൊക്കെ നല്ല വെയിറ്റാണ്. പിന്നെ അവിടെ ഒന്ന് ഉണങ്ങി വന്നപ്പോൾ ഞാൻ അതിന് ചുറ്റും ബാക്കിയുള്ള ചെടികളെല്ലാം പറക്കി വെച്ച് അറേഞ്ച് ചെയ്തു. അപ്പോഴേക്കും എന്നെ തിരക്കി മുറ്റത്ത് മിലിയും വന്നു. ചിലപ്പോൾ ഇത് വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രയും സമയം അതിനുവേണ്ടി കണ്ടെത്തി ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ഫൈനലി അതിൻ്റെ റിസൾട്ടിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. എനിക്ക് വേറൊന്നുമല്ല, വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലെ മുറ്റത്തിറങ്ങി ഒരു ഗ്ലാസ് ചായയും കൊണ്ട് ഇതിൻ്റെ ചോട്ടി വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. എനിക്കത് മതി. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിരിപ്പിടം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.